Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ 9 ദിവസങ്ങൾക്ക് മുൻപ് ഇപ്പോ ഡെയ്ക സിറ്റി കാണിക്കും. വിഷ്ണൽ സിറ്റിയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അവിടം. ഒരുപാട് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പ്രകൃതി രമണീയവുമായ ഒരു അടിപൊളി സിറ്റി. അവിടെ ഇപ്പോ വലിയൊരു ഭൂമികുലുക്കം പോലെ എന്തോ ഒന്ന് ഹിറ്റ് ചെയ്ത് ഇപ്പൊ ബിൽഡിങ്ങുകളെല്ലാം തന്നെ പതിയെ പതിയെ തകർന്നു വീഴാനായിട്ട് തുടങ്ങും. ഉടനെ അതിന്റെ എല്ലാം ഇടയിൽ നിന്ന് രക്തത്തിൽ കുളിച്ച് ഏതോ ഒരുത്തൻ പൊട്ടിച്ചിരിച്ച് അങ്ങനെ പുറത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പയ്യനെക്കുറിച്ചും അതുപോലെ ടോട്ടറോക്കെ കുറിച്ചുള്ള ന്യൂസുകളാണ്. പ്രൊവിഷണൽ ലൈസൻസ് കിട്ടി 30 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ആൾക്കാർ വലിയ 2 കള്ളന്മാരെ ഇപ്പോ തകർത്തു കളഞ്ഞു. സൂപ്പർ ഹീറോസ് പോലെ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ചെക്കന്മാര് അവരാണെങ്കിൽ ലൈസൻസ് കിട്ടി ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ വളരെ ഗംഭീരമായി അടിപൊളിയായിട്ട് ചെയ്തു. അതാണ് ഇപ്പൊ ന്യൂസ് പേപ്പർ മുഴുവൻ നിറഞ്ഞു നിൽക്കുക. അതൊക്കെയാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവരെല്ലാവരും അത്ഭുതത്തോടു കൂടെ ആ ന്യൂസ് നോക്കും. പിന്നെ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പോ ഒരു ഇന്റർവ്യൂ ടീമാണെങ്കിൽ ടോഡറോക്കെയും അതുപോലെ തന്നെ കച്ച പയ്യനെയും അവർ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്. ടോഡറോക്കെ ആണെങ്കിൽ വളരെ നോർമലായി വളരെയധികം സിമ്പിൾ ആയിട്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പക്കായിട്ട് ആൻസർ ചെയ്യും. മാത്രമല്ല കച്ച പയ്യൻ അവന്റെ നല്ലൊരു സുഹൃത്താണെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് ആ ഒരു പ്രൊവിഷണൽ ലൈസൻസ് അതെടുത്തെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ ആ ഒരു ഇന്റർവ്യൂവറിനോട് പറയും. കച്ച പയ്യനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഇന്റർവ്യൂവറിനും ടീമിനും ആണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. ഇവിടെ ലൈവ് ഷോയില് ടോഡറോക്കയുടെ ആ ഒരു സംഭാഷണം മാത്രമായിരിക്കും ടെലികാസ്റ്റ് ആവുക. കാമിനാരി ആണെങ്കിൽ ആ ഒരു വീഡിയോ കാണിച്ച് ഇപ്പൊ ഇന്റർവ്യൂവിന് ശേഷം വന്ന കച്ച പയ്യനെ വെറുപ്പിക്കുകയാണ്. അവന്റെ തലയുടെ ഒരു പോർഷൻ മാത്രമായിരിക്കും ആ 2 മണിക്കൂറിലെ ഇന്റർവ്യൂവിൽ കാണിച്ചിട്ടുണ്ടാവുക. കച്ച പയ്യനാണെങ്കിൽ ആ ഒരു പരിഹാസവും നാണക്കേടും അത് സഹിക്കാനായിട്ട് കഴിയില്ല. അവൻ ദേഷ്യപ്പെട്ട് പല്ല് കടിക്കും. ബാക്കിയുള്ളവർക്കാണെങ്കിൽ അതെല്ലാം കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം 3ാമത്തെ തവണയാണ് നമ്മുടെ ആൾക്കാർ ഇന്റർവ്യൂ കൊടുക്കുന്നത്. മാത്രമല്ല അവരിപ്പോ പ്രൊവിഷണൽ ലൈസൻസും നേടിക്കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഹീറോ പയ്യൻ അവരാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വിട്ട് ഇപ്പൊ മറ്റൊരു ന്യൂസ് കാണുകയാണ്. ആ ഡേക്ക സിറ്റിയിൽ നടക്കുന്ന ആ ഒരു വലിയ ദുരന്തം. 1 മണിക്കൂർ കൊണ്ട് ആ ഒരു നഗരം മുഴുവനായിട്ടും തകർന്നു പോയെന്നായിരിക്കും ആ ന്യൂസിൽ കാണുക. ലിഡാ പയ്യനും ആ ഒരു ന്യൂസ് കണ്ട് ഷോക്കാവും. അതിനുശേഷം ആ നഗരത്തിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നറിയാനും ഇപ്പോ ആ നഗരത്തിന്റെ അവസ്ഥ അതെന്താണെന്നും അതുപോലെ തന്നെ ആരാണ് ഇതിനുള്ള കാരണക്കാരൻ എന്നറിയാനൊക്കെ ജനങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ആ ഇന്റർവ്യൂവിൽ പറയുകയാണ്. സൂപ്പർ ഹീറോസും ലോകം മുഴുവനും അവരുടെ വാക്കുകൾ കേൾക്കും. അവിടെയുള്ള ജനങ്ങളാണെങ്കിൽ അവരുടെ ഗ്രാമത്തിലുള്ള ആ ഒരു സൂപ്പർ ഹീറോസിനെ കുറിച്ച് വലിയ നല്ല അഭിപ്രായമൊന്നും പറയില്ല. അവർ കുറച്ചും കൂടെ സ്മാർട്ട് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതെല്ലാം കേട്ട് അങ്ങനെ വണ്ടർ അടിക്കുകയാണ്. ഒരു വലിയ പുൾസൈ കണ്ണുള്ള ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ ഹീറോസിനെ കുറ്റം പറയാറുണ്ടെന്ന് പറയും. ഡോറ പെണ്ണാണെങ്കിൽ അവിടേക്ക് വരും. അവളാണെങ്കിൽ അത് ശരിവെക്കും. ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴായിരിക്കും ഡോർ തുറന്ന് ആരോ അകത്തേക്ക് വരിക. എല്ലാവരും അവരെ കണ്ട് ഞെട്ടും. നെട്ടോ ആണെങ്കിൽ വന്ന ആളെ കണ്ട് അത്ഭുതത്തോടു കൂടെ വാ തുറന്ന് അങ്ങനെ ഇരിക്കും. തരുമല്ല സാക്ഷാൽ മൗണ്ട് ലേഡി അവരുടെ കൂടെ തന്നെ മിഡ് നൈറ്റും ഉണ്ട്. ഇവിടെ മിനട്ടോ ആണെങ്കിൽ അവളുടെ അണ്ടറിലാണ് ഇന്റേൺഷിപ്പിന് പോയത്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ മിനട്ടോയ്ക്ക് ഇപ്പൊ ഡബിൾ ഷോക്ക്. ഐസമ മാസ്റ്റർ ആണെങ്കിൽ അവരോട് പറയും നിങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ട്രെയിൻ ചെയ്യാനും ഉണ്ട്. സോ അതിനാണ് ഇവർ ഇവിടേക്ക് കൊണ്ടുവന്നത്. മിനട്ടോ ആണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കി പറയും എന്നെ കൊണ്ട് പറ്റില്ല ഇവളുടെ അണ്ടറിൽ ഇനിയും ട്രെയിനിങ് എടുക്കാനായിട്ട്. അതിന് അവളാണെങ്കിൽ കൈ വീശി അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ആക്ച്വലി അവൾ അവിടേക്ക് വന്നത് നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് അത് കൊടുക്കാനായിട്ടാണ്. അതായത് മീഡിയാസിന്റെ മുൻപിൽ എങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എല്ലാവരോടും സംസാരിക്കേണ്ടത്, ആ കാര്യത്തിന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാനാണ് മീഡിയയിൽ തന്നെ ഏറ്റവും എക്സ്പേർട്ട് ആയ ആ ഒരു പെണ്ണ് അവളിപ്പോ അവിടേക്ക് വന്നത്. ആക്ച്വലി നമ്മുടെ കച്ചാ പയ്യൻ ആ ഒരു ഇന്റർവ്യൂ അത് കൊളവാക്കിയതുകൊണ്ടാണ് ഇപ്രകാരം ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഇപ്പോ അവർക്ക് നൽകുന്നത്. അവളാണെങ്കിൽ വലിയൊരു സ്റ്റേജ് ഒക്കെ അവിടെ സെറ്റപ്പ് ചെയ്ത് ഇപ്പൊ ഓരോരുത്തർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് തുടങ്ങും. ആദ്യമായിട്ട് അവള് ഓഡറോക്കെ തന്നെ ആ സ്റ്റേജിലേക്ക് വിളിക്കും. അവളാണെങ്കിൽ ഒരു ആങ്കറിനെ പോലെ ബിഹേവ് ചെയ്ത് അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളെ കാണാൻ അടിപൊളിയാണ്, നിങ്ങളുടെ ഫൈറ്റും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഈ സ്റ്റൈല് കാരണം എന്റെ ഹാർട്ടിൽ പ്രത്യേകിച്ച് ഒരു മർമർ തന്നെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിക്കും. അതിനവൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ടിന് തകരാറുണ്ടോ? അത് കേട്ട് അവൾ ഞെട്ടും. മറ്റുള്ളവർ ചിരിക്കും. ആണെങ്കിൽ ഇപ്പൊ ടോഡറോക്കയുടെ അൾട്ടിമേറ്റ് മൂവിനെ കുറിച്ച് ചോദിക്കും. അവനാണെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ മുഴുവൻ ഐസാക്കി മാറ്റും. അതിനുശേഷം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെന്റെ ഒരു അൾട്ടിമേറ്റ് അറ്റാക്ക് ആണ്. നേരങ്ങൾ കൊണ്ട് എനിക്കൊരു പ്രദേശം മുഴുവൻ ഫ്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഫയറും എന്റെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചുറ്റുമുള്ളവരെല്ലാവരും അവന്റെ പവർ കണ്ട് അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ആ ഒരു ടെസ്റ്റിന്റെ സമയത്ത് അവൻ ഉപയോഗിച്ചതിന് കഴിഞ്ഞ് കൂടുതൽ പവർ ഇപ്പൊ അവൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓഡറോക്കെ ആണെങ്കിൽ അവളോട് പറയും എനിക്ക് ഇതുവരെ എന്റെ അച്ഛന്റെ അത്രയും പവർഫുൾ ആവാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം യൂസ് ചെയ്യുന്ന അത്രയും പവറിൽ ഈ പവറുകളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല.
അത് കേട്ട് അവളാണെങ്കിൽ അവനോട് ചോദിക്കും, "ഇത്രയും വലിയ പവറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റൈലായിട്ട് സ്മൈൽ ചെയ്യുന്നത് കണ്ട് ഒരുപാട് ലേഡീസ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ?" അത് കേട്ട് ടോഡറോക്കി ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. അവളാണെങ്കിൽ ആ ഇന്റർവ്യൂ അത് അവിടെ അവസാനിപ്പിക്കും. അവളാണെങ്കിൽ അതിനുശേഷം എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അത് കണ്ട് മിനട്ടോ ആണെങ്കിൽ ഐസമ മാസ്റ്ററിനോട് പറയും, ആ പെണ്ണ് അവൾ തോന്നും പോലെ എന്തെങ്കിലുമൊക്കെ മീഡിയാസിന് മുൻപിൽ വിളിച്ചു പറയും. അവൾക്ക് തലയ്ക്കൊരു ബോധമില്ല. സത്യത്തിൽ ഇതൊക്കെ നമ്മൾ ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് മാസ്റ്റർ പറയും, തീർച്ചയായിട്ടും ഈ ട്രെയിനിങ് നിങ്ങൾ എടുത്തേ പറ്റൂ. മീഡിയാസിന് മുൻപിൽ എങ്ങനെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഉറപ്പായാലും ഒരു സൂപ്പർ ഹീറോ പഠിച്ചിരിക്കണം. അതിനുശേഷം ലിഡാ പയ്യൻ പിന്നീട് ഓരോരുത്തരെയായിട്ട് അവളങ്ങനെ വേദിയിലേക്ക് ക്ഷണിച്ച് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കച്ചാ പയ്യനാണെങ്കിൽ അലറുന്നത് കണ്ട് മിഡ് നൈറ്റ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഇവൻ മീഡിയാസിന്റെ മുൻപിൽ വരാത്തത് തന്നെയാണ് നല്ലതെന്ന് അവള് പറയും. ഐസമ മാസ്റ്ററിനെ പോലെ അവനും ഷോൾ ഇട്ട് പൊത്തി മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇസുക്ക് പയ്യനാണെങ്കിൽ അവനാണെങ്കിൽ ആദ്യം വല്ലാതെ ഭയപ്പെടും. ഉടനെ മിഡ് നൈറ്റ് ആണെങ്കിൽ ഇപ്പോ ആ മാസ്റ്ററിനെ കുറിച്ച് ചോദിക്കും. നിങ്ങളുടെ മൂവ്മെന്റ്സ് കാണുമ്പോൾ ആ മാസ്റ്ററിന്റേത് പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വലിയ ഫാനാണോ? ഇത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ വാ തോരാതെ പേടിയൊക്കെ മറന്ന് അവന്റെ മാസ്റ്ററിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. എങ്കർ ആണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റിനെ കുറിച്ച് ചോദിക്കും. മാത്രമല്ല ഹീറോയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്പെഷ്യൽ പവറും എബിലിറ്റിയും പുറത്തേക്ക് വന്നു. അത് അവനെ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവൻ ബുദ്ധിമുട്ടി. ആ പവറിനെ കുറിച്ച് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അവള് ചോദിക്കും. ഒരു സെക്കൻഡ് അവനാണെങ്കിൽ ആ മത്സരം നടന്ന കാര്യങ്ങൾ ആലോചിക്കും. അവൻ ഫൈറ്റ് ചെയ്തതും ആ ഒരു പവർ അത് പുറത്തേക്ക് വന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ പവർ അവന് നഷ്ടപ്പെട്ടു. കാരണം അവൻ 20%-ലധികമായിട്ട് അവന്റെ ആ ഒരു പവർ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ മൊട്ടയാണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ പവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അൺകൺട്രോൾഡ് ആയി അത് പുറത്തേക്ക് വന്ന് അവര് തന്നെ നെഗറ്റീവായിട്ട് അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാതിരിക്കാൻ മനസ്സ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്താൽ മാത്രമേ ആ ഒരു പവറിനെ അവന് പുറത്തെടുക്കാനായിട്ട് കഴിയൂ. സോ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ പ്രസന്റിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അടുത്ത നിമിഷം അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു പവർ പുറത്തേക്ക് വരികയാണ്. ഇത്രയും നേരം ആകാംക്ഷയോട് കൂടെ ശ്വാസമൊക്കെ അടക്കി പിടിച്ചിരുന്ന എല്ലാവരും ആ പവർ കണ്ട് വീണ്ടും അത്ഭുതത്തോടു കൂടെ അവനെ തന്നെ നോക്കും. ഹീറോ ആണെങ്കിൽ ഒരുപാട് പാടുപെട്ട് ആ ഒരു പവറിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത്ഭുതപ്പെടുന്നത് കണ്ടിട്ട് കച്ചാപ്പായനാണെങ്കിൽ കുറച്ച് പുച്ഛമായിരിക്കും തോന്നുക. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാസ്റ്റർ ആളാണെങ്കിൽ ആയിട്ടുള്ള ബുക്ക് എഴുത്തിലാണ്. ഉടനെ പ്രിൻസിപ്പൾ അവിടേക്ക് കടന്നു വരും. "ഓ, നിങ്ങൾ വീണ്ടും ബുക്സ് ഒക്കെ എഴുതാനായിട്ട് തുടങ്ങിയോ?" അപ്പോ അതിലൊരു ബുക്ക് ഇപ്പോ പ്രിൻസിപ്പൾ ചെക്ക് ചെയ്യും. അതിൽ ഫൈറ്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് കണ്ട് മാസ്റ്റർ ആണെങ്കിൽ പ്രിൻസിപ്പളിനോട് പറയും, അത് ഐസക് പയ്യനുള്ളതാണ്. ഇതിന് കിട്ടിയ ആ പവർ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് ആ ബുക്കിലുള്ളത്. അതിന് പ്രിൻസിപ്പൾ പറയും, നല്ല കാര്യം, ഞാൻ വീണ്ടും ആ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് അത് അവർക്ക് കൊടുക്കാൻ പോവാണ്. പഴയതുപോലെ ഓരോരോ സൂപ്പർ ഹീറോസിന്റെ അണ്ടറിൽ ഞാൻ അവരെ ട്രെയിനിങ്ങിന് അയക്കുകയാണ്. അത് കേട്ട് ഇപ്പോ ആ മാസ്റ്റർ അദ്ദേഹം ഞെട്ടും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ടീച്ചേഴ്സ് എല്ലാം ഒന്നുകൂടിയിരിക്കുകയാണ്. കുട്ടികളെ വർക്ക് സ്റ്റഡീസിന് വിടേണ്ട കാര്യം അവർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പോഴാണ് ഇപ്പൊ സിറ്റിയിൽ വില്ലന്മാർ ഒരുപാട് കൂടിയിരിക്കുകയാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിയുക. പ്രത്യേകിച്ച് ആ ഡെയ്ക്ക സിറ്റിയിൽ. ഇതിന്റെ എല്ലാം പിന്നിൽ ആ ലീഗ് ഓഫ് വില്ലൻസ് അവരാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പ്രിൻസിപ്പൾ പറയും. അതിനുശേഷം കുട്ടികളെ ആ പുതിയ ട്രെയിനിങ്ങിന്റെ കാര്യം അറിയിക്കാനായിട്ട് ടീച്ചേഴ്സിനോട് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ പ്രിൻസിപ്പളിനാണെങ്കിൽ ടെൻഷൻ കൂടി വരികയാണ്. മാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കും. ഇവിടെ ഹോസ്റ്റലിലാണെങ്കിൽ സ്റ്റുഡൻസ് എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് ക്രിസ്മസ് അതങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. നെട്ടോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓരോരുത്തർ ആരുടെയൊക്കെ അണ്ടറിലാണ് ട്രെയിനിങ്ങിന് പോകുന്നതെന്നുള്ള കാര്യം പറയും. കച്ചാപ്പയ്യനാണെങ്കിൽ ഈ സെലിബ്രേഷനിലൊന്നും പങ്കെടുക്കാതെ ഡ്രസ്സ് പോലും ഇടാതെ മാറി നിൽക്കുകയാണ്. അത് കണ്ട ആൾക്കാരാണെങ്കിൽ നൈസായിട്ട് അവനെ ആ സാന്റാ ഡ്രസ് ഇടിപ്പിക്കാനായിട്ട് ശ്രമിക്കും. കച്ചാപ്പയ്യനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ ഒരു തൊപ്പി വലിച്ചെറിയും. എനിക്ക് വീണ്ടും അവന്റെ അണ്ടറിൽ ട്രെയിനിങ് എടുക്കാൻ പോകണ്ട, അവൻ എപ്പോഴും എന്നെ അപമാനിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറയും. മിനട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾക്കിത് നൈറ്റ് സംസാരിച്ചൂടെ, ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ ടൈമാണ്, ദയവ് ചെയ്ത് ആ മൂഡ് അത് സ്പോയിൽ ചെയ്തെന്ന് പറയും. പിന്നെ അവരെല്ലാവരും ഇപ്പൊ ആ ഒരു പാർട്ടി അത് എൻജോയ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇസമ മാസ്റ്റർ കുഞ്ഞു പെണ്ണിനെ ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് അവിടേക്ക് കൊണ്ടുവരിക. എല്ലാവരും അവളുടെ ആ സൗന്ദര്യം കണ്ട് അവളെ തന്നെ നോക്കും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവളുടെ കൊമ്പ് കാണിക്കും. അതിപ്പോ ഒരല്പം വളർന്നിരിക്കുകയാണ്. പക്ഷെ അവളുടെ കൺട്രോള് അതിപ്പോ അവൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ എല്ലാവരും സന്തോഷത്തില് ആ ഒരു ക്രിസ്മസ് രാത്രി അത് അടിച്ചു പൊളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.